നല്ല വാക്കുകളുള്ളവന് നല്ല ബന്ധങ്ങളുണ്ടാകും. നല്ല ബന്ധമുള്ളവന് നല്ല ജീവിതമുണ്ടാകും. നല്ല ജീവിതമുണ്ടാകുന്നവന് നല്ല സുഹൃത്തുക്കളുണ്ടാകും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ധന്യനായ യേശുക്രിസ്തു നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. സർവ്വകൃപാലുവായ ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർമാനമായിട്ടുള്ള വേദപഠനം നമുക്ക് നൽകുന്ന പ്രകാശനം, അർത്ഥം അതൊക്കെ വളരെ വിലപ്പെട്ടതാണ്. ആശയപരമായി നമുക്ക് ഈ ചിന്തകളൊക്കെ നൽകിത്തരുന്ന അറിവുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന് മുന്നോട്ട് ഗമിക്കേണ്ടതിന് അനിവാര്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ പഠിച്ചു വരുന്നത്, ധ്യാനിച്ചു വരുന്നത് സദൃശ്യവാക്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ അടങ്ങിയിട്ടുള്ള വേദപുസ്തകത്തിലെ പ്രസക്ത ഭാഗമാണ് സദൃശ്യ വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. ചെറിയ വസ്തുതകളെ വെച്ച് വലിയ ആശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഇതിലെ 18-ാം അധ്യായം നമ്മളോട് പങ്കുവെക്കുന്നത് സ്നേഹബന്ധം, സാഹോദര്യ ബന്ധം, അതിൻ്റെ ദൃഢതയെ പറ്റിയാണ്. അതിൻ്റെ ഏറ്റവും നല്ല വശങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന മഹത്തായ വശങ്ങളെ പറ്റിയാണ് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും സാഹോദര്യ ബന്ധങ്ങൾ തകർന്നു പോകാൻ കാരണമായി വരുന്നത് വായിലെ വാക്കുകൾ നൽകുന്ന മുറിവുകളാണ്. പലപ്പോഴും പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ, അവൻ എന്നെ അടിക്കുന്നത് ഞാൻ മറക്കും, പക്ഷെ അവൻ പറഞ്ഞതൊരിക്കലും ഞാൻ മറക്കുകയില്ല. പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വലിയ ആയുധത്തെക്കാൾ പ്രകരശക്തിയുള്ളതാണ്, മുറിവേൽപ്പിക്കാൻ കഴിയുന്ന വസ്തുതയാണ്. അപ്പൊ സാഹോദര്യ ബന്ധങ്ങൾ തകർന്നു പോകുന്നത് പലപ്പോഴും എങ്ങനെയാണെന്നാണ് 18-ാം അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിലർക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകാം, ചിലർക്ക് നല്ല സുഹൃത്തുക്കൾ അല്ലാത്തവരും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പറയുന്നുണ്ട്, വളരെ കൃത്യമായി പറയുന്നു, വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യന് നാശം വരും, എന്നാൽ സഹോദരനേക്കാളും പറ്റുള്ള സ്നേഹിതന്മാരുമുണ്ട്. ഒത്തിരി സ്നേഹിതന്മാരുണ്ടെങ്കിൽ ഒരു പക്ഷെ നാശത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാം. ഒരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ, ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. അതിൻ്റെ അർത്ഥം എന്താണ്? നല്ലൊരു സുഹൃത്ത് എപ്പോഴും നമ്മളെ നല്ല ആശയത്തിലേക്കും നല്ല ജീവിത രീതിയിലേക്കും നല്ല കൃത്യമായ പാതയിലേക്കും കൊണ്ടെത്തിക്കാനാവാം ആ സുഹൃത്ത് തയ്യാറാകുന്നത്. പലപ്പോഴും നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ തെറ്റായ നിലകളിലേക്ക് വഴിതിരിച്ചു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലരുടെയും പരാജയത്തിൻ്റെ കാരണം, പലരുടെയും ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് അകപ്പെട്ടതും സുഹൃത്ത് വലയങ്ങളുടെ വല്ലാത്ത കടന്നുകയറ്റം കൊണ്ടാണ്. പ്രിയ സ്നേഹിതരെ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ വെളിപ്പാട് 17-ാം അധ്യായത്തിലൂടെ ഇവിടെ കൃത്യമായി പറയുന്നു, നമ്മുടെ സാഹോദര്യ ബന്ധം ദൃഢമായിരിക്കണം, ആരെയും വേദനിപ്പിക്കാത്ത, ആരോടും ഒരു തരത്തിലും വേദന ഉളവാക്കാത്ത, അത്രമാത്രം ഹൃദ്യമായ ബന്ധം കൈമാറാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഇവിടെ നമ്മളോട് പങ്കുവെക്കുന്ന വിലപ്പെട്ട ആശയം. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ സാഹോദര്യ ബന്ധത്തെ ദൃഢമാക്കുന്നതാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയുണ്ട്, നല്ല വാക്കുകളുള്ളവന് നല്ല ബന്ധങ്ങളുണ്ടാകും, നല്ല ബന്ധമുള്ളവന് നല്ല ജീവിതമുണ്ടാകും, നല്ല ജീവിതമുണ്ടാകുന്നവന് നല്ല സുഹൃത്തുക്കളുണ്ടാകാം. നല്ല വാക്കുകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. നല്ല ബന്ധമുണ്ടാകുമ്പോഴാണ് നല്ല ജീവിതത്തിലേക്ക് നാം എത്തപ്പെടുന്നത്. അപ്പോഴാണ് നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ടാകുന്നത്. ഈ അധ്യായത്തിലൂടെ കൃത്യമായി പറയുന്നു, ഭോഷത്വമായ, ലജ്ജാകരമായ, അപമാനമായ, നിന്ദയായ അധരങ്ങൾ, ആ അധരത്തെ പറയുന്നു മൂഢന്റെ അധരത്തിന് തുല്യമാണ്. അതുപോലെയുള്ള സംഭാഷണങ്ങളെ അകറ്റിക്കളഞ്ഞിട്ട് സാഹോദര്യ ബന്ധത്തെ ദൃഢമാക്കുക, അന്യോന്യം സ്നേഹിക്കാൻ കഴിയുക, അന്യോന്യം പരസ്പരം ബഹുമാനിക്കാൻ കഴിയുക, അപരനെ വലിയവനായി കാണാൻ കഴിയുക, സാഹോദര്യ ബന്ധം ദൃഢമാക്കുവാൻ നമുക്ക് കഴിയണം. പലപ്പോഴും പല സാഹചര്യങ്ങളിലും സാഹോദര്യ ബന്ധത്തിന് തകർച്ചകൾ ഉണ്ടാകുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു അപകടം വരുമ്പോൾ ഓടി ഒളിക്കുന്ന ഒത്തിരി പേർ. ഒരു കഥ നമ്മൾ കേട്ടിട്ടില്ലേ? ഒരു കാട്ടിലൂടെ 2 സ്നേഹിതർ പോയപ്പോൾ കരടി വന്നപ്പോൾ എന്താ ചെയ്തത്? ഒരു സ്നേഹിതൻ മരത്തിൽ കയറാൻ അറിയാൻ വയ്യാത്ത മറ്റു സ്നേഹിതൻ മരച്ചുവട്ടിൽ മരിച്ചവനായി കിടന്നു. കരടി വന്ന് മണപ്പിച്ചിട്ട് കടന്നുപോയി. മറ്റേ സുഹൃത്ത് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, കരടി വന്നെന്താണ് നിന്റെ ചെവിയിൽ പറഞ്ഞു? അപ്പോഴാണ് പറഞ്ഞത്, ആപത്തിൽ സഹായിക്കാത്തവനെ വിശ്വസിക്കരുത്.
അപ്പോൾ പലരും നമ്മുടെ അപകടഘട്ടങ്ങളിൽ നിന്ന് അകന്നു മാറുകയാണ്. എന്നാൽ ഒരു നാളും അകലാതെ മാർവോടണയ്ക്കുന്ന നല്ല സ്നേഹിതൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. ആ സ്നേഹിതനുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ ശരിയാകും, നമ്മുടെ ജീവിതശൈലികൾ ശരിയാകും, നമ്മുടെ പോക്കും വരവുമെല്ലാം അതിൻ്റെ കൃത്യമായ പാതയിലേക്ക് എത്തപ്പെടാൻ കഴിയും. ബഹുമാന്യരെ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ സാഹോദര്യ ബന്ധത്തെ കാത്തു സൂക്ഷിക്കാൻ നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നവരായി, നല്ല ഉപ്പിനാൽ രുചി വരുത്തിയിരിക്കുന്ന വാക്കുകൾ പറയുന്നവരായി തീരുവാൻ നമുക്ക് കഴിയട്ടെ. ആരെയും നമ്മുടെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ ഒരിക്കലും സാധിക്കരുത്. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.